അല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ് ഫൗസ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ ഷഹന സാഹിബ, ഒപ്പം തന്നെ എൻ്റെ പ്രിയ സഹോദരിമാരെ, എടുത്തു പറയാനായി ഇവിടെ നമ്മോടൊപ്പം കൂടിയിട്ടുള്ള സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നെത്തിയിട്ടുള്ള ശ്രീമതി സുനിമോൾ, ശ്രീമതി ബീന തമ്പി മാം, ശ്രീമതി ഷബാന നൂറുദ്ദീൻ, എത്തിയിട്ടില്ല, ഇപ്പോൾ എത്തുന്നതായിരിക്കും, ശ്രീമതി സുസ്മിത എന്നിവർക്കും പ്രത്യേകമായും ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ മഹിളാ സംഘടനയായ ലജ്ന ഇമായില്ല കരുനാഗപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മതമൈത്രി യോഗം ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും കാലിക പ്രസക്തമാണ് എന്ന് പറയാതെ വയ്യ. ആധുനികതയുടെ ആധിപത്യം സർവ്വമുഖങ്ങളിലും താണ്ഡവമാടുമ്പോൾ, അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കേളികെട്ടുണരുമ്പോൾ, ഇനി എന്ത് എന്ന് ചിന്തിച്ച് നയിക്കാനാളില്ലാതെ ഒരു നേതാവില്ലാതെ ഉഴലുന്ന ഈ കാലഘട്ടത്തിൽ മതങ്ങളും ദൈവീക ചർച്ചകളും ആവശ്യമായി വരികയും എല്ലാ മതങ്ങളും ഏകഭാവത്തിലേക്ക് എത്തിച്ചേരേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന എൻ്റെ ജമാഅത്തിനെ, ഞങ്ങളുടെ ഏവരുടെയും ജമാഅത്തിനെ ഈ അധ്യക്ഷ പ്രസംഗത്തിലൂടെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, റിലിജിയൻസ് ആർ മെനി ബട്ട് ദ സ്പിരിറ്റ് ഈസ് വൺ, ദ ലൈറ്റ് ഈസ് വൺ. മതങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ ആത്മാവും ഒപ്പം തന്നെ വെളിച്ചവും ഒന്ന് മാത്രമാണ്. അപ്പോൾ എന്താണ് മതം? ദൈവത്തിൻ്റെ സൃഷ്ടികളെ, ജീവജാലങ്ങളെ സ്നേഹിക്കുകയും ദൈവത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചേർക്കപ്പെടുകയും ചെയ്യുന്ന മാർഗമാണ് മതം. ദൈവത്തിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നതാണ് ഏത് മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം. മനുഷ്യൻ കാലാന്തരങ്ങളിൽ അക്രമവും അനീതിയിലും നശിച്ച് കാട്ടാളത്വത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിയുടെ ഉയർത്തെഴുന്നേൽപ്പിനായി സൃഷ്ടികൾ സൃഷ്ടികർത്താവിലേക്ക് തിരിയുന്നതിനുമായി, അങ്ങനെ ദൈവിക സൃഷ്ടിപ്പിനായി ദൈവികമായ യുഗപുരുഷന്മാരെ അഥവാ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ലോകത്തെ ശാന്തിയെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് എത്തിക്കുക എന്ന ലോകാരംഭം മുതലുള്ള ദൈവത്തിൻ്റെ ദൗത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മതഗ്രന്ഥങ്ങളും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത പറയുന്നു, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എവിടെ ധർമ്മം ക്ഷയിക്കുന്നുവോ അവിടെ ഞാൻ അവതരിക്കുന്നു. ഇത് തന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിലും കാണാം. ഉമ്മത്തിൻ ഇല്ലാ ഹലാഫിഹാ നദീർ. ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത ഒരു ജനതയും കടന്നു കഴിഞ്ഞു പോയിട്ടില്ല. ഇപ്രകാരം ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീയേശുവും തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും, അതായത് അവരുടേതായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവതരിക്കുകയും എല്ലാവരും ഒരേ ഒരു ദൈവത്തിൻ്റെ സത്തയെ ലോകത്ത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, തമോവശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാൽ പരാം ശാന്തി സ്നാനം പ്രാപ്സ്യ ശാശ്വത. ഹേ ഭാരത, എല്ലാ ഭാവനയോടും കൂടി ഏകനായ ആ ദൈവത്തെ മാത്രം നീ ആരാധിക്കുക. ഇവിടെ ഭാരതത്തിൻ്റെ ജനതയെ ഉപദേശിക്കുവാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. ഇപ്രകാരം യേശു പറഞ്ഞു, ഇസ്രയേലെ കേൾക്ക, നിന്റെ കർത്താവ് ഏക കർത്താവ്. ആ ഏകദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ആരാധിക്കുക എന്നതാണ് നിന്നോടുള്ള മുഖ്യ കൽപ്പന. എന്നാൽ കാലവും ദേശവും ഭാഷയും ഒരുമിപ്പിച്ച് സർവ്വലോകങ്ങൾക്കും വേണ്ടി, സർവ്വജനവിഭാഗങ്ങൾക്കും വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനെയും വിശുദ്ധ ഖുർആനെയും ലോകത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഏകദൈവം സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനെയാണ്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ഇപ്രകാരം പറഞ്ഞു, The Quranic concept of Rabbul Alameen, the God of all worlds, not just Muslims, asserting that the true faith should promote inclusion, not exclusivity. ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ ദൈവത്തെയല്ല, മറിച്ച് ഇസ്ലാം എപ്പോഴും കാട്ടിത്തരുന്നത് ഇവരെ എല്ലാം ഉൾക്കൊള്ളുന്ന, അതായത് ഇൻക്ലൂഷൻ, എല്ലാവരുടെയും റബ്ബിനെയാണ്. ഇപ്രകാരം സൂര്യനെയും ചന്ദ്രനെയും വെള്ളത്തെയും മണ്ണിനെയും എപ്രകാരമാണോ എല്ലാവർക്കും ഒരുപോലെ വിഭാഗീകരിച്ചത്, ആ രീതിയിൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും വിഭാവനം ചെയ്ത ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏകദൈവ വിശ്വാസത്തെയാണ് ഞങ്ങൾ ലോകത്തേക്ക് നൽകുന്നത്. ഭവിഷ്യത് പുരാണം പറഞ്ഞു, മഹാമത ഇതിഖ്യാത ശിഷ്യശാഖ സമന്വയം. അനേകം ശിഷ്യഗണങ്ങളോട് കൂടിയ മുഹമ്മദ് എന്ന പ്രവാചകൻ അവതരിക്കും. ഇതുപോലെ ബൈബിളിൽ പറയുന്നു, നിന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കും, എന്നിട്ട് എൻ്റെ വചനം അവൻ്റെ നാവിന്മേൽ ആക്കും. അവിടെ ബിസ്മില്ലാഹി, അതായത് അള്ളാഹുവിൻ്റെ നാമത്തോടെയാണ് ഇസ്ലാമിലെ എല്ലാ പ്രവർത്തന രീതികളിലും തുടങ്ങുന്നത് എന്ന് നമുക്ക് നന്നായി അറിയാവുന്നതാണ്. ഇങ്ങനെ എല്ലാ മതഗ്രന്ഥങ്ങളും പ്രവചനം ചെയ്യപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
എല്ലാ പ്രവാചകന്മാരുടെയും സാക്ഷിമുദ്ര കൂടിയാണ്. അതായത് ഓരോ പ്രവാചകനും സത്യവാനായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു മഹത്തായ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷിയായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഓരോ പ്രവാചകന്മാരെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നത് കാനഫിൽ ഹിന്ദി നബീന അസ്വദുൽ ലൗനി ഇസ്മുഹു കാഹിന. ഭാരതത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് കാർവർണ്ണൻ എന്നായിരുന്നു. ഇതുപോലെ യേശുവിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് യേശു ഒരു സത്യവാനായ പ്രവാചകനായിരുന്നു എന്ന് യേശുവിനെ കുറിച്ചും വളരെ വ്യക്തമായി ഹദീസുകളിൽ കാണാം. ഇപ്രകാരം ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് ഭാര്യമാരല്ല എന്നും മറിച്ച് അദ്ദേഹത്തിനെ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആദരണീയരായ, അദ്ദേഹത്തിനെ പിന്തുടർന്നു പോകുന്ന ആളുകളായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മതത്തിന്റെ അടിസ്ഥാനം മൈത്രിയാണെന്നും എല്ലാ മതവിഭാഗങ്ങളും പ്രവാചകന്മാരും മനസ്സിലാക്കി കൊടുക്കുന്നത് ഏകദൈവത്തിന്റെ സത്തയാണെന്നും ഇല്ലാത്തവരായിരിക്കുകയാണ് ഇന്നത്തെ മുസ്ലിം സമൂഹം പോലും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൻ്റെ ആവശ്യമാണ് നമ്മുടെ മതമൈത്രി എന്ന ഈ ഒരു സമ്മേളനത്തിൻ്റെ ഉദ്ദേശം തന്നെ. മതമൈത്രി എന്ന വിഷയം ലോകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നതിൻ്റെ കാരണം ഈ ഒരു ഏകദൈവ സത്ത അല്ലെങ്കിൽ ഏകത്വം എന്ന സത്തയെ ലോകത്ത് നിന്നും തുടച്ചു നീക്കപ്പെടാൻ ഓരോ മതങ്ങളും കാരണമാകുന്നു എന്നതുകൊണ്ടാണ്. എല്ലാ മതങ്ങളും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു ദൈവത്തിൻ്റെ സത്തയാണ് എന്നും ഇസ്ലാമിക ലോകം പോലും ഇന്ന് മറന്നു പോവുകയാണ്. ഈ ഏകത്വത്തിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യമെന്നും മറ്റു മതഗ്രന്ഥങ്ങളെ സംയോജിപ്പിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആന്റെ പ്രവർത്തനമെന്നും എല്ലാ മതങ്ങളെയും ഏകദൈവത്തിലേക്ക് സമന്വയിപ്പിക്കുക എന്നതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവതാര ലക്ഷ്യമെന്നും അഹ്മദിയ മുസ്ലിം ജമാഅത്ത് വിശ്വസിക്കുന്നു. സൂര്യനില്ലാതെ മഴ പെയ്യുമെന്നും ചന്ദ്രനില്ലാതെ സസ്യങ്ങൾ വളരുമെന്നും നാം വിശ്വസിക്കുന്നത് പോലെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വാസമില്ലാതെ ദൈവവിശ്വാസം പൂർണ്ണമാകുമെന്ന് നമ്മൾ പറയുന്നത് എന്നും അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കാണ് ഇന്നത്തെ ലോകത്തെ നമ്മൾ കൊണ്ടുപോകുന്നതെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തെ എല്ലാ മതങ്ങളും കാത്തിരിക്കുന്ന അവരവരുടെ വന്ധ്യഗുരുക്കന്മാർ, അതായത് ക്രിസ്ത്യാനികൾ യേശുവിനെയും, മുസ്ലിങ്ങൾ മഹ്ദി മസീഹിനെയും, ഹിന്ദുക്കൾ കൽക്കിയെയും കാത്തിരിക്കുമ്പോൾ ഈ മതഗുരുക്കന്മാരുടെ എല്ലാം പ്രവചനം തന്നിൽ പൂർത്തിയായിരിക്കുന്നുവെന്നും താനാണ് എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൂട്ടുവാനായി ദൈവത്താൽ നിയോഗിതനായ അവസാന കാലത്തെ ആൾ എന്നും ഹസ്രത്ത് മിർസാ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി അലൈഹിസ്സലാം ലോകത്തോട് വിളിച്ചു പറയുന്നു. 1889 മാർച്ച് 21 ഹസ്രത്ത് അഹ്മദ് അലൈഹിസ്സലാം ദൈവത്തിന്റെ അറിയിപ്പോടെ സ്ഥാപിതമായ ജമാഅത്താണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. എപ്രകാരം എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സൂര്യന്റെ പ്രഭയെ നിഷ്പ്രഭമാക്കുന്ന ലോകത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ ശാന്തിയുടെ, സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ ചന്ദ്രനാകുന്ന മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹിസ്സലാം ഈ ജമാഅത്ത് സ്ഥാപിച്ചു. ആ സൂര്യന്റെ കിരണങ്ങളെ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠങ്ങളെയും അധ്യാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും ശാന്തിയിലൂടെയും സമാധാനത്തിലൂടെയും ലോകത്ത് പടർത്തിക്കൊണ്ട് വേദന നിറഞ്ഞ മനുഷ്യന്റെ കണ്ണീരൊപ്പുക എന്നതാണ് മാനവികതയെന്നും ഒരു പുഞ്ചിരി പോലും ദാനമാണ് എന്നും മനസ്സിലാക്കുന്ന ഇസ്ലാം തീവ്രവാദവും അരാജകത്വവും വർഗീയതയും വെച്ചുപൊറിപ്പിക്കാനാവില്ലെന്നും മതം ഒരിക്കലും രാഷ്ട്രമല്ലെന്നും രാഷ്ട്രം മതേതരമാണെന്നും മതത്തിന്റെ പേരിലുള്ള മനുഷ്യഹത്യ ഇസ്ലാമികമല്ലെന്നും അഹ്മദിയ മുസ്ലിം ജമാഅത്ത് വിശ്വസിക്കുന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന സിദ്ധാന്തത്തെ ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ, എല്ലാവരോടും സ്നേഹം ആരോടുമില്ല വെറുപ്പ് എന്ന മുദ്രാവാക്യമായി ബന്ധിപ്പിച്ച് മനുഷ്യ മനസ്സുകളിൽ എത്തിക്കുക എന്നതാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ലക്ഷ്യം. അടിമയെ മോചിപ്പിക്കാത്ത, അനാഥനോ അഗതിക്കോ ദരിദ്രനോ വിശപ്പിന് ഭക്ഷണം നൽകാത്തവൻ മുസ്ലിമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മർദ്ദിതരുടെയും അടിമകളുടെയും വിമോചനമാണ് ഇസ്ലാം എന്നും അത് വാളിന്റെ മതമല്ലെന്നും മറിച്ച് ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് സ്നേഹം പകരുന്ന സ്നേഹത്തിന്റെ മതമാണെന്നും വേദനകളെ തുടച്ചു കളയുന്ന സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും മതമാണ് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന പ്രമാണങ്ങൾ ഒത്തുചേർന്ന സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കാരുണ്യത്തിന്റെയും നീരുറവയായ ഏകദൈവ വിശ്വാസത്തെ അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫയായ ഹസ്രത്ത് മിർസാ മസ്റൂർ അഹ്മദ് അയ്യദുല്ലാഹു തആല ബിൻ നസ്രീൽ അസീസ്, അർത്ഥം
എന്നും ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും അദ്ദേഹത്തിനുണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത ഉപദേശങ്ങളാൽ മുഖരിതമാകുന്ന മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയ ഇന്റർനാഷണലിലൂടെ ലോകത്തോളം ഞങ്ങൾ വിളിച്ചു പറയുന്നു. alislam.org എന്ന നെറ്റ്വർക്ക് സൈറ്റിലൂടെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന മാനുഷിക കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ 300-ൽ പരം രാജ്യങ്ങളിലേക്ക് മതമൈത്രിയും മാനവമൈത്രിയും പകർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിൻ്റെ അന്തസത്ത അറിയാത്ത മുസ്ലിം ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും തടവറയിൽ നിന്ന് ഇസ്ലാമിനെയും മനുഷ്യ സമൂഹത്തെയും നമുക്ക് രക്ഷിക്കാം. ആകാശത്തിലെ അഗ്നിപ്രളയത്തെ ഭൂമിയെ കുളിർക്കുന്ന മഴയാക്കി മാറ്റുന്ന മാരുതിനു വേണ്ടി ലോകം മുഴുവൻ ഏകദൈവത്തിലേക്ക്, നന്മയിലേക്ക്, സഹിഷ്ണുതയിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ മനുഷ്യനായി മാറാൻ സർവ്വലോക രക്ഷിതാവായ ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കുവാൻ ഈ ഒരു മതസൗഹാർദ്ദ സമ്മേളനം നമ്മെ അനുഗ്രഹിക്കട്ടെ. There is only one religion, the religion of love. That is the religion of God. There is only one language, the language of heart. That is the language of the heartbeat of humanity. ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ മതമാണ്, അത് ദൈവത്തിൻ്റെ മതമാണ്. ഒരേ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ, അത് മനുഷ്യരുടെ ശ്വാസത്തിൻ്റെ, മനുഷ്യ ഹൃദയത്തിൻ്റെ ശ്വാസമടക്കലുകളാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.